കാരണം നമുക്കൊരു ആശുപത്രിയുടെ അറ്റ്മോസ്ഫിയറിൽ 15 ദിവസം ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ ആദ്യം വളരെ എതിർത്തിരുന്നു. ഇപ്പം നമ്മൾ 6-7 വർഷമായിട്ടുള്ള പരിചയം വെച്ച് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുകയില്ല. നമസ്കാരം, എൻ്റെ പേര് ഹരി. എൻ്റെ വൈഫ് വീണ. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ഊരകത്ത് ദേവികൃപ ഹോസ്പിറ്റലിൽ ഡോക്ടർ സീതാ മാഡത്തിൻ്റെ ഹോസ്പിറ്റലാണ്. ഞങ്ങളിവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷാവസ്ഥയിലാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിച്ച ചില പ്രശ്നങ്ങൾ, സെക്ഷുവൽ ഇഷ്യൂസും അത് ഞങ്ങളുടെ ബന്ധത്തെ തന്നെ ഉലച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതത്തിൽ നിന്നും വളരെ ഫ്രഷായിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഊർജ്ജവും ഇവിടുന്ന് പകർന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതിന് ആദ്യം തന്നെ ഞങ്ങൾ സീതാ മാഡത്തിനോടും രാമേന്ദ്ര സാറിനോടും ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. ഈ ഒരു പ്രശ്നം നേരിടുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങളുടെ ഈ അനുഭവ കഥ ഒരു പ്രചോദനമാവട്ടെ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. ഒരു 2 ദിവസം മുന്നേ ജൂൺ 15-ന് ഞങ്ങളുടെ 4ാം വിവാഹ വാർഷികം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാഡത്തിന് കൂടെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഇത് ഹോസ്പിറ്റലെന്ന് ഞാൻ പറയുന്നെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റലെന്ന് ഒരിക്കലും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു വീട് പോലെ തന്നെയാണ്. അതിനെപ്പറ്റിയുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഞങ്ങൾ കോളേജ് ടൈമിൽ തന്നെ പരിചയപ്പെട്ടവരാണ്. ഏകദേശം 6-7 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചതിന് ശേഷമാണ് വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുള്ള വിവാഹം ആയിരുന്നു. എങ്കിൽ കൂടി ഞങ്ങൾക്ക് ആ ഒരു സെക്ഷൽ ലൈഫ്, ബോഡി പ്ലേ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും അത് കൂടിക്കൂടി വന്നു. പയ്യാണ് നമ്മൾ അതിന്റെ ആ ഗൗരവം ശ്രദ്ധിച്ചത്. എന്റെ വൈഫിന് ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴേക്കും ഉള്ള ഒരു പേടിയും നമ്മളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതും അതൊക്കെ നമുക്ക് പയ്യെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്കിലും നമ്മൾ വീട്ടുകാരെയും നാട്ടുകാരെയും ഒന്നും അറിയിക്കാതെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി കുറെ നാള്. പക്ഷെ സ്വാഭാവികമായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളില്ല എന്നുള്ള ഒരു ചോദ്യം സമൂഹത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായി. കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഒരു വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെക്ഷൽ ലൈഫ് നന്നാകുക എന്നുള്ളതാണ്. അതുപോലും നമുക്ക് ശരിയാകുന്നില്ല എന്നുള്ളതിന്റെ ഒരു കുറ്റബോധം പയ്യെ ഞങ്ങളെ അലട്ടാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് കുറെയൊക്കെ ഞാനത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമെങ്കിലും വൈഫ് വളരെ ഡിപ്രസ്ഡ് ആയി തുടങ്ങി. അതോടുകൂടി എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങി. ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. പക്ഷെ ഞങ്ങൾ പല ഗൈനക്കോളജി ഡോക്ടേഴ്സിനെ സന്ദർശിച്ചെങ്കിലും അവർക്കൊന്നും ഇതിന്റെ പരിഹാരം പറഞ്ഞു തരാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ എറണാകുളത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ ഇങ്ങനെ ഒരു വജൈനസ്മസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്, അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴി കണ്ട് ഞങ്ങൾ ആ സ്ഥാപനത്തിൽ ചെല്ലുകയും അവിടെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് 2-3 തവണ അവിടെ കൺസൾട്ട് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു അനുഭവം അവിടെ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഹൈമനക്ടമി എന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കട്ടെ എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് നമ്മൾ അതിനെ അനുവദിച്ചു. കുറച്ച് പൈസയും അവിടെ ചെലവായിട്ടുണ്ട്. പൈസ ചെലവാകുന്നതിനേക്കാൾ ഉപരി നമുക്ക് ആ പരിഹാരം കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഒരു ധൈര്യം കിട്ടിയേനെ. പക്ഷെ സ്ഥാപനത്തിലെ ഒരു ഇടപെടലൊന്നും നമുക്കത്ര നന്നായിട്ട് തോന്നിയില്ല. നമ്മുടെ സാമ്പത്തികവും നഷ്ടം വന്നു. അതുപോലെ തന്നെ ഹൈമനക്ടമി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരോടൊന്നും ആലോചിക്കാനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ലായിരുന്നു. കാരണം പലരോട് ഇത് ഈ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് പറയുമ്പോൾ എങ്ങനെ ഇതിനെ എടുക്കും? കാരണം ഒരു കുട്ടികളില്ലാത്ത അവസ്ഥ നമുക്ക് ആരോടും വേണമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ ഇതുവരെ 4 വർഷമായിട്ട് പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മുടെ ഒരു ആണത്തത്തെ അല്ലെങ്കിൽ ഒരു പൗരുഷത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ, നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്നൊക്കെയുള്ള ഒരു കളിയാക്കലൊക്കെ സമൂഹത്തിൽ നിന്ന് വരും എന്നൊക്കെയുള്ള ഒരു പേടിയും, അത് വൈഫിനാണെങ്കിലും ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നാട്ടിൻപുറത്താണ് ജീവിക്കുന്നത്. അപ്പൊ അത് വേറെ രീതിയിലേക്ക് സംസാരം പോകുന്നുള്ള പേടി കൊണ്ട് നമുക്കത് ഒന്നും ചോദിക്കാനുള്ള സാധ്യതകളില്ലാത്ത കാരണം ഞങ്ങൾ ആ ഹൈമനക്ടമിക്ക് ഞങ്ങൾ വിധേയരായി. ഞങ്ങൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അവർ ഹൈമനക്ടമി ചെയ്തു. എന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷെ അത് ചെയ്തതോടുകൂടി ശരിയാകുമെന്നുള്ള പൂർണ്ണ ഉറപ്പാണ് ഏകദേശം അവർ അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ അതോടുകൂടി ഇത് ശരിയാകും എന്നുള്ള അളവറ്റ രീതിയിൽ ഞാൻ അത്രയും പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഹൈമനക്ടമി കഴിഞ്ഞ് ഞങ്ങൾ വന്ന ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പം പഴയതേക്കാൾ ഉപരി പ്രശ്നമാണ് നമുക്ക് വീണ്ടും നേരിട്ടത്. അതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നു. ഇനിയൊരു പരിഹാരമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, അതിനെ തുടർന്ന് ദേഷ്യം, ഭയങ്കരമായിട്ടുള്ള അകൽച്ച ഞങ്ങളുടെ ഫീൽ ചെയ്തു. ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിപ്പം നമ്മൾ 6-7 വർഷമായിട്ടുള്ള പരിചയം വെച്ച് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുകയില്ല. അപ്പോൾ വയ്യപ്പയ്യെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ എന്റെ വീട്ടുകാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്റെ കയ്യിൽ ഈ പ്രശ്നം നിൽക്കുകയില്ല എന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നതുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി അവരോടൊന്ന് പറയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വൈഫായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളെ 2 പേരുടെയും പേരൻസിനോട്
ഇത് പറഞ്ഞു. പക്ഷെ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ്. അവർ പറയുന്നത് നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഇത് അറിയത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥയെ പറ്റി. ഈ ഹൈമനക്ടമി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പൂർണ്ണ പ്രതീക്ഷയോടുകൂടി നമ്മൾ അത്രയും പൈസയും നല്ല രീതിയിലുള്ള പൈസ ചെലവും അവിടെ ഉണ്ടായിട്ടുണ്ട്. സ്ഥാപനത്തെ ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് പലരും ഇപ്പൊ പിന്നീട് പരിചയത്തിൽ വന്നപ്പോൾ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് കേട്ടു. പിന്നീടാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സീതാ മേഡത്തിന്റെ ചാനല് ഞങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ട് നേരത്തെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എറണാകുളത്ത് പോകുക എന്നുള്ളതായിരുന്നു കുറച്ചുകൂടെ കംഫർട്ട്. തൃശ്ശൂർ വരുന്നേക്കാളും കുറച്ചുകൂടി എളുപ്പം അതാണെന്നുള്ള ധാരണയിലല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പൊ മേഡത്തിന്റെ അടുത്തേക്ക് വരാൻ ഇച്ചിരി ദൂരം ഉള്ളതുകൊണ്ട് നമ്മളൊന്നും വേണ്ടെന്ന് വെച്ചതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കസിൻ ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സീതാമാമിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയത്. ഞാൻ അപ്പം തന്നെ കാരണം എനിക്കിത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇനി ഒരു അർത്ഥമില്ലാതെ പോകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ആ മേഡത്തിന് മെസ്സേജ് അയച്ചു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേഡത്തിന്റെ വീഡിയോ വൈഫ് കാണുമായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഈ പറയുന്ന ട്രീറ്റ്മെന്റിന്റെ രീതികളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഒട്ടും സമ്മതിച്ചിരുന്നില്ല. കാരണം ഒരു ആശുപത്രിയിൽ നമ്മൾ 15 ദിവസം വന്ന് കിടക്കുക, അവിടെ നമ്മൾ ഇന്റർകോഴ്സ് പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം നമുക്കൊരു ആശുപത്രിയുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ വീട് വിട്ടിട്ട് നമ്മൾ ഒരു 15 ദിവസം ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റി ഞാൻ ആദ്യം വളരെ എതിർത്തിരുന്നു. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഞാൻ വരികയില്ല, നമുക്ക് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിട്ടുണ്ട്. ദേഷ്യം കൂടുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മിക്ക രാത്രികളിലും നമുക്ക് ഈ ഒരു സംഭവം നടക്കാതെ വരുമ്പോൾ നിരാശകളും കരച്ചിലുകളും, വൈഫാണെങ്കിലും എപ്പോഴും വിഷമവും, അങ്ങനെ ഭയങ്കര ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളിവിടെ ഈ മേഡത്തിന്റെ വീഡിയോ കാണുന്നത്. സത്യമായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ മേഡത്തിന്റെ ആ ഒറ്റ വീഡിയോ ഞാൻ കണ്ട മേഡത്തിന്റെ ആ ഒരു മുഖം ഇപ്പോഴും മേഡത്തിന്റെ മുഖം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് അന്നേരം തോന്നി. കാരണം മേഡം സംസാരിക്കുന്ന ആ ശൈലിയും. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഹോപ്പ് എൻ്റെ ഉള്ളിൽ തോന്നി. കാരണം നമുക്ക് ഇതിവിടെ ഒന്ന് നോക്കാം, കാരണം ഇതിനൊരു ഈ പരിഹാരം ഇതേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം എനിക്ക് അപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി. മേഡത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി ഞങ്ങൾ വീഡിയോ കോൾ വഴി മേഡത്തിനോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്കൊരു 40% നമുക്കത് സമാധാനം. അന്ന് ശരിക്കും പറഞ്ഞാൽ മേഡത്തിനോട് ആദ്യം സംസാരിക്കാൻ പോലും നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ഒരു മാനസികാവസ്ഥ ഇരുന്നപ്പോൾ തന്നെ മേഡത്തിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഹോപ്പ് നമുക്ക് തോന്നി. അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തൃശ്ശൂർ മേഡത്തിന്റെ ഹോസ്പിറ്റലിൽ എത്തി. മേഡത്തിനെ കണ്ട് സംസാരിച്ചതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ അന്നുണ്ടായി എന്നുള്ളതാണ് സത്യം. അന്ന് അതുപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന അവരുമായിട്ട് നമ്മളെ സംസാരിച്ചപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി. എനിക്ക് ശരിക്കും ആ ട്രീറ്റ്മെന്റിൽ പകുതി ദിവസം ആയിട്ടുള്ള ആൾക്കാരുടെ സംസാരത്തിൽ നിന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട്, വൈഫിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര ഒരു പ്രതീക്ഷ എനിക്കന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ അനുഭവസ്ഥര് പറയുമ്പോൾ നമ്മൾ കൂടുതലും വിശ്വസിക്കാതിരിക്കാൻ വയ്യല്ലോ. അതോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി വന്നു. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ അഡ്മിഷൻ തരണമെന്ന് മാഡത്തിനോട് പറഞ്ഞു. പക്ഷേ മാഡം പറഞ്ഞത് നമ്മുടെ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവണം ഉള്ളത് കൊണ്ട് മാഡം വളരെ പക്വതയോട് കൂടിയിട്ട് ഞാൻ ശരിക്കും എനിക്ക് അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ മാഡത്തിനെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് അന്നും ഇന്നും എപ്പോഴും കാണുന്നത്. അപ്പൊ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് മാഡം സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു എന്താ പറയുന്നത്, ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയോട് എന്നുള്ള രീതിയിലല്ല മാഡത്തിന്റെ സംസാരവും ഒന്നും. അപ്പൊ തന്നെ മാഡം പറഞ്ഞു നമുക്കൊരു 1-2 മാസത്തെ കുറച്ച് മെഡിസിൻ, അതായത് സെക്ഷൽ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ളത് നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതിനൊന്ന് തയ്യാറെടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ വന്നിട്ട് പ്രയോജനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് തന്നു. ആ മരുന്നൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയി. ആദ്യമൊന്നും മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ 1 മാസത്തിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചുകൾ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ ഞങ്ങൾ അങ്ങനെ എത്രയും പെട്ടെന്നുള്ള ബാച്ചിൽ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജൂൺ ബാച്ചിലേക്ക് ബുക്ക് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാ വിശ്വാസവും മേഡത്തിൽ അർപ്പിച്ചു. മേഡം അതുപോലെ നമ്മളോട് ധൈര്യം തന്നതുകൊണ്ടാണ് നമുക്കതിന് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ ജൂൺ ബാച്ചിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോഴിതാ ജൂണിന്റെ ബാച്ചിൽ ഞങ്ങൾ പോകാറായിട്ട് നിൽക്കുകയാണ് വീട്ടിലേക്ക് തിരിച്ച്. ഇനി എനിക്ക് പറയാനുള്ളത് ആ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തില് എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ളത്. 4 വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാനാണ് ഞങ്ങളോട് മാഡം പറഞ്ഞത്. 4ാം വാർഷിക ദിവസം തന്നെ ഞങ്ങൾക്ക് ഇന്റർകോഴ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യം. ഞങ്ങൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ എക്സസൈസുകളൊക്കെ കഴിഞ്ഞ് വജൈനസിസ് എന്നുള്ള അവസ്ഥയൊക്കെ മാറി ഇന്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അവസരം വന്നത് ശരിക്കും ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്താണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു ബാച്ചിൽ 6ഓളം കപ്പിളാണ്
ഞങ്ങൾ ഇവിടെ ബാച്ച് അഡ്മിഷൻ ആയിട്ട് വന്നത്. എല്ലാവരും സെയിം പ്രശ്നമായത് കാരണം നമുക്കിവിടെ വേറെ ഒളിയോ മറയോ ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് മാഡത്തിന്റെ ഹസ്ബൻഡ്, സാറ്, ഇതെല്ലാം നമ്മുടെ ഒരു വീട്ടില് ഒരു അച്ഛനെ അമ്മയുടെ അടുത്ത് അവരുടെ തണലിൽ നമ്മൾ നിൽക്കുന്ന അതേ ഫീലില് ഇവിടെ ഈ 15 ദിവസം ഇവിടെ വന്ന് നിന്നത് ഇന്നലെ വന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും ഒരു ബോറടി ഇല്ലാതെ വളരെ ചിട്ടയോട് കൂടിയിട്ട് അത് ഹസ്ബൻഡും വൈഫും അതുപോലെ ആത്മാർത്ഥമായിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഇതിന് സക്സസ് ഉണ്ടാവുള്ളൂ. കാരണം ഒരാളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും ഇത് മൊത്തത്തില് ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ രണ്ടുപേരും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ ട്രീറ്റ്മെന്റ് പൂർണ്ണമാക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ അവര് പറയുന്ന ഗൈഡ് ലൈൻസ് ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നേരിടുന്ന പ്രശ്നം, അത് വജൈനസ്മസ് എന്ന് പറയുന്ന അവസ്ഥ മാത്രമല്ല, പുരുഷന്മാരുടെ പ്രശ്നം, അതുപോലെ കേവലം ലൈംഗിക പ്രശ്നങ്ങൾ തീർത്ത് അല്ലെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് തയ്യാറാക്കി വിടുക എന്നുള്ളതല്ല മാഡത്തിന്റെ ഉദ്ദേശം. മറിച്ച് നമ്മളെ പരമാവധി 15 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ദാമ്പത്യ ജീവിതവും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഓവറോൾ നമ്മൾ എങ്ങനെ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ അടിസ്ഥാന കാര്യങ്ങളും. നമ്മളൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുമായിട്ടാണ് ജീവിക്കുന്നത്. സത്യത്തിൽ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് പല കാര്യങ്ങളിൽ അറിവുണ്ട്, പല കാര്യങ്ങളും അറിവില്ല എങ്കിലും പല കാര്യങ്ങളും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണെന്നും അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ ഇവിടുത്തെ അങ്ങനെ അത് മേഡമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു ചികിത്സാ രീതിയാണ്. അതിന് അതുപോലെ മേഡം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു അവസ്ഥ നേരിട്ട് ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഞാൻ പറയുന്ന കൂടുതൽ അനുഭവത്തിൽ കൂടെ മനസ്സിലായിക്കോളും. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിന്റെ സഹായങ്ങൾ എല്ലാം ഇതിന്റെ ഘടകമാണ്. മേഡത്തിന്റെ സപ്പോർട്ട്, സാറിന്റെ സപ്പോർട്ട്, അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇത് പുറത്ത് പറയാൻ വയ്യാതെ ഈ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് തള്ളി നീക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് 4 വർഷമാണെങ്കിൽ 10-12 വർഷങ്ങൾ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഞങ്ങളുടെ ഒരു അനുഭവം. അത് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്നുള്ള ഇതിലൂടെയാണ് ഞങ്ങൾ മേഡത്തിനോട് ഇങ്ങനെ മറ്റുള്ളവർക്ക് നമുക്കൊരു പ്രചോദനം കൊടുക്കാനായിട്ട് ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഈ പ്രശ്നമല്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സെക്ഷൽ ലൈഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് മേഡത്തിന്റെ അടുത്ത്, കാരണം മേഡം ഇപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ഇതും ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മൾ മേഡത്തിന്റെ ആ സർവീസ് അല്ലെങ്കിൽ മേഡത്തിന്റെ അടുത്ത് നമ്മൾ എത്തി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട് നല്ല രീതിയിൽ ഒരു ദിവസം പോലും നമ്മൾ ജീവിതത്തിൽ നശിപ്പിച്ച് കളയാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.